നമ്മൾ ഈ ബ്രാൻഡിങ്ങിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ബ്രാൻഡിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിസൈനിങ്ങിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകുന്നൊരു ഒരു കാഴ്ച നമ്മളിന്ന് കാണുന്നുണ്ട്. അതെ ഒരു പേര് അല്ലെങ്കിൽ ഡിസൈൻ അല്ലെങ്കിൽ ആ ലോഗോ അതിലേക്ക് മാത്രം. പക്ഷെ അതിന് മുമ്പ് ചെയ്യേണ്ട കുറേ എലമെൻറ്റ്സ് ഉണ്ട് ഇതിനകത്ത്. ഈവൺ ആ ഒരു വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നത് പോലും പലരും വിഷൻ ഉണ്ടാക്കുന്നത് നെറ്റിൽ നിന്ന് കോപ്പി അടിച്ച് അല്ലെങ്കിൽ അവർക്ക് തോന്നുന്നത് അങ്ങനെ എഴുതി വെച്ചിട്ടുള്ള രീതിയിലാണ്. അതെ പലപ്പോഴും ഈ വിഷനാണ് ഇവരുടെ ബിസിനസ്സിന് മുന്നോട്ടേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഒരുപാട് സമയമെടുത്ത് ബ്രെയിൻ സ്ട്രോം ചെയ്ത് ഒക്കെ ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. പലരും ഇത് ചെയ്യുന്നില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ തന്നെ അതിൻ്റെ കമ്പനീസിൻ്റെ വാല്യൂസ് എന്തൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. അങ്ങനെയാണ് USPയിലേക്ക് എത്തേണ്ടതും അങ്ങനെയാണ് ഈ പറയുന്ന വിഷ്വൽ ഐഡൻറ്റിറ്റീസിലേക്ക് എത്തേണ്ടത്. എങ്കിലും അതൊരു ബ്രാൻഡ് എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് നമുക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയത്തുള്ളൂ. അത് നല്ല രീതിയിൽ പൊസിഷൻ ചെയ്ത് മാർക്കറ്റ് ചെയ്ത് ഒരു സ്റ്റേജിലേക്ക് എത്തുന്ന സമയത്താണ് നമ്മൾ ഫണ്ടിങ് എന്ന് പറയുന്ന അതിലേക്ക് പോകേണ്ടത്. അതെ അവിടെ ഒന്ന് ആഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫണ്ട് എന്ന് പറയുന്ന എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. ഈ ഫണ്ടിനെ നമ്മൾ പറയുക ഇറ്റ്സ് കൈൻഡ് ഓഫ് ഗ്രോത്ത് ക്യാപിറ്റൽ, റിസ്ക് ക്യാപിറ്റലാണ്. നമ്മൾ ഫണ്ട് വേണോ വേണ്ടേ എന്ന് നമ്മുടെ ഡിസിഷനാണ്. അതിൽ തന്നെ ഏതൊക്കെ തരത്തിൽ ഫണ്ടിങ്ങിലേക്ക് പോവാം. ഈ റൈറ്റ് ഫണ്ട് ഓൺ റൈറ്റ് ടൈമാണ് എപ്പോഴും നമുക്ക് ആവശ്യം. ഇല്ലെങ്കിൽ അത് ചെയ്യാതിരിക്കുക. അപ്പോൾ അവിടെ നമുക്ക് ഈ ബ്രാൻഡ് ഇക്വിറ്റിയും കസ്റ്റമർ അക്വിസിഷനും നമ്മുടെ ആ ഒരു ബ്രാൻഡ് അവയർനെസ്സും ഒരുപാട് നമ്മളിലേക്ക് എന്താ പറയുക ഇൻവെസ്റ്റർ എത്തിക്കാനും അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ഇൻവെസ്റ്ററെ നമ്മളിലേക്ക് കൊണ്ടുവരാനും ഹെൽപ്പ് ചെയ്യും. ഒരു എക്സാമ്പിൾ പെട്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു പ്രീമിയം ക്ലയൻറ്റ് ഉണ്ട്. ദേ ക്രിയേറ്റഡ് സം ഒരു വാല്യൂ ആഡ് സ്റ്റാർട്ടപ്പാണ്. അവരൊരു ഷോയിൽ പോയി പ്രൊഡക്റ്റ് പിച്ച് ചെയ്തു. ആ ഇൻവെസ്റ്റർ അത് കണ്ട് ഇംപ്രസീവായി യൂസ് ചെയ്തതിന് ശേഷം പുള്ളിക്ക് ഫണ്ട് ഇങ്ങോട്ട് കൊണ്ടുകൊടുത്തു. ഓക്കെ ഒരു പിച്ചിങ് കോമ്പറ്റീഷൻ ഇടയ്ക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് അവർ ടൈംസിലേക്ക് വന്നു. അപ്പോൾ നമ്മുടെ ടൈംസിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ട് നമ്മളെപ്പറ്റി ഇംപ്രസ്ഡായി നമ്മളിലേക്ക് ഇൻവെസ്റ്റ് വരാനായിട്ട് വേണം നമ്മളൊരു ബ്രിഡ്ജ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. യെസ് എക്സാക്ട്ലി. അതോടൊപ്പം തന്നെ ഈ പിച്ച് ഡെക്കിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. പിച്ച് ഡെക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത്. ഈ പിച്ച് ഡെക്കിനകത്ത് വരേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങൾ. അതിൻ്റെ ഒരു വിഷ്വൽ ക്വാളിറ്റിയും ഒപ്പം തന്നെ അതിൻ്റെ കോണ്ടൻറ്റും. ഞാൻ കുറേ പിച്ച് ഡെക്ക് കണ്ടതിൽ ആൾക്കാർ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് കാണുന്ന സമയത്ത് തന്നെ മനസ്സിലാവും അതൊരു ക്വാളിറ്റി ഇല്ല. കാരണം അതിൽ യൂസ് ചെയ്തിട്ടുള്ള ഫോണ്ടാണെന്നുണ്ടെങ്കിലും അതിൽ ഇമേജസ് ആണെന്നുണ്ടെങ്കിലും ഇഷ്ടംപോലെ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് അതിനകത്ത് അവർ വരുത്തിയിട്ടുണ്ട്, സ്പെല്ലിംഗ് മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി കാരണം നേരെ സ്പെല്ലിംഗ് പോലും എഴുതാൻ അറിയാത്തൊരു വ്യക്തിയുടെ നമ്മൾ ഇത്രയും ഫണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളൊരു തോന്നൽ വരും. അപ്പം ഈ പിച്ച് ഡെക്കിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ ഏതൊരു വീഡിയോയിൽ കണ്ടതാണ്. പിച്ച് ഡെക്ക് ഇനീഷ്യലി നിങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങൾ നേരിട്ട് പോയി സംസാരിച്ചതിന് ശേഷം ഒരു സ്റ്റേജ് എത്തുന്ന സമയത്ത് പിച്ച് ഡെക്കിലേക്ക് പോയാൽ മതി എന്നുള്ളത് എങ്ങനെയാണ്? അങ്ങനെ തന്നെയാണ് ശരിക്കും. എലവേറ്റർ പിച്ച് എന്നാണ് ഇതിനെ പറയാം. ഒരു 9 to 10 പേജിൽ കൂടുതൽ ഒരു പിച്ച് ഡെക്ക് ഉണ്ടാക്കാൻ പാടില്ല. വളരെ ക്രിസ്പ് ആയിരിക്കണം, കൺസൈസ് ആയിരിക്കണം. നമ്മുടെ സ്റ്റോറി ഓഫ് ബിൽഡിംഗ് ആണ് ശരിക്കും ബ്രാൻഡ് ആൻഡ് സ്റ്റോറി ടെല്ലിംഗ് ആണ് ഇതിലൂടെ നടക്കേണ്ടത്. സ്റ്റാർട്ട് വിത്ത് അവർ പ്രോബ്ലം, സൊല്യൂഷൻ, അവർ USP, മാർക്കറ്റ്, അവർ ബിസിനസ് മോഡൽ, റവന്യൂ മോഡൽ, ഗോ ടു മാർക്കറ്റ് ആൻഡ് ഫണ്ട് ഡിപ്ലോയ്മെൻറ്റ് പ്ലാൻ. ഇതാണ് ശരിക്കും പറഞ്ഞാൽ വൈ അസ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ. പിന്നെ ടീം. അപ്പം ശരിക്കും ക്രിസ്പ് ആൻഡ് കൺസൈസ് ആയിരിക്കണം. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതിൽ ഫുൾ ഓഫ് ഡാറ്റ ആക്കി വെക്കാതെ ക്രിസ്പായിട്ട് നമ്മൾ വയ്ക്കുക. ഒരു ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. അൾട്ടിമേറ്റ്ലി ഇപ്പോഴത്തെ ഒരു പോയിന്റിൽ നമ്മുടെ ഐഡിയ കേൾക്കാനും നമ്മളെ പറ്റി ലിസൺ ചെയ്യാനും മാക്സിമം 30 seconds to 1 minute ഉള്ളൂ. അതിനുള്ളിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ക്രിസ്പായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കണം. അല്ലാതെ പഴയ പോലെ 50 പേജിൻ്റെ റിപ്പോർട്ടോ 100 പേജിൻ്റെ ലിസൺ. ഇപ്പം ഞാൻ റെക്കമെൻഡ് ചെയ്തൊരു മോഡൽ ബിഫോർ ദാറ്റ് യു ക്രിയേറ്റ് എ സ്മോൾ വീഡിയോ പ്ലാൻ. ഒരു 30 സെക്കൻഡിൻ്റെ നമ്മുടെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറുമുള്ള എലിവേറ്റർ പിച്ച് ഡെക്ക് ഉണ്ടാക്കിയതിന് ശേഷം യു സെൻഡ് ദിസ് ടു മെയിൽ. വൺസ് ഹി ഈസ് ഫ്രീ ഹി വിൽ ചെക്ക് ഇറ്റ് ഔട്ട്. ആൻഡ് ഓൾസോ ഇത് പ്രസന്റ് ചെയ്യാനായിട്ടുള്ളൊരു കേപ്പബിലിറ്റി ഈ പറയുന്ന ഇൻവെസ്റ്റേഴ്സ് മീൻസ് ഫൗണ്ടേഴ്സിന് അത് വലിയൊരു പ്രശ്നമാണ്. കാരണം സ്റ്റാർട്ടപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഫൗണ്ടർ ഇസ് ദ കീ പേഴ്സൺ. അദ്ദേഹമാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അവർക്കേ ഫണ്ട് കിട്ടുള്ളൂ. അവരെ ട്രസ്റ്റ് ചെയ്തിട്ടാണ് ബാക്കി എല്ലാ കാര്യങ്ങളും പോകുന്നത്. അപ്പോൾ കൃത്യമായി നമ്മുടെ വിഷൻ കൃത്യമായി നമുക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ ഈ പറയുന്ന ഒരു പർപ്പസിലും അപ്പോൾ ഈ പറയുന്ന സ്വയം ഒന്ന് ബെറ്റർ ആവാനായിട്ടുള്ള സ്റ്റെപ്സ് എടുക്കുക എന്നുള്ളതാണ്. അതിന് ഒരുപാട് പിച്ചിങ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ അവിടെയെല്ലാം നമ്മൾ പോയി പിച്ച് ചെയ്ത് നമ്മുടെ ഒരു റിഫൈൻഡ് ആക്കുക. കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. അൾട്ടിമേറ്റ്ലി നമ്മളൊരു ഫിലിം പ്രൊഡ്യൂസറെ കിട്ടുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് ഫോർ സ്റ്റാർട്ടപ്പ് ഫണ്ടിങ്. കാരണം നമ്മളെ വിശ്വസിച്ചും നമ്മുടെ ഐഡിയനെ വിശ്വസിച്ചും ഒരു സെക്യൂരിറ്റി ഇല്ലാതെയുമാണ് ഒരാൾ ഫണ്ട് ചെയ്യുന്നത്. റിയാലിറ്റി. ശരിക്കും ഇതിനകത്തും ഒരു സ്കാം നടക്കുന്നില്ലേ എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പം കാരണം നമ്മളൊരു ബിസിനസ്സിന് ഫണ്ട് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അത് തിരിച്ചു കൊടുക്കേണ്ട ഒരു ലയബിലിറ്റി ടു ബി ഫ്രാങ്ക് നമുക്കില്ല. ലാഭം ഉണ്ടെങ്കിൽ മാത്രം തിരിച്ചു കൊടുത്താൽ മതി. ആ ബിസിനസ് ഫ്ലോപ്പായി കഴിഞ്ഞാൽ ദെൻ യാതൊരു രീതിയിൽ കാരണം ഇതൊരു സെക്യൂർഡ് മീൻസ് എന്താ തന്നെ പറയുക ഫണ്ടിങ് അല്ലാത്തതുകൊണ്ട് തന്നെ. സോ അവിടെ ഒരു സ്കാമിൻ്റെ ഒരു പോസിബിലിറ്റി നമ്മുടെ നാട്ടിൽ കേരളത്തിൽ പ്രത്യേകിച്ച്
ഒരുപാട്. അത് കേരളത്തിൽ മാത്രമല്ല, ഈ സ്റ്റാർട്ടപ്പിനെ വേണമെങ്കിൽ നമുക്ക് വളരെ നന്നായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു മണി ലോണ്ടറിങ്ങിന് ഇൻസ്ട്രുമെൻ്റ് ആക്കി മാറ്റാനും പോസിബിളാണ്. പക്ഷെ അതൊരിക്കലും നല്ലൊരു പ്രവണതയല്ല. പക്ഷേ ഇവിടെ നമ്മുടെ ക്യൂരിയോസിറ്റീനെ മിസ്യൂസ് ചെയ്യുകയും അതിനെ എൻകാഷ് ചെയ്യുകയും ചെയ്യുന്ന ഒരുപാട് ഏജൻസീസും ആളുകളും നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. കാരണം ആൾക്കാർക്ക് വേണ്ടത് എഫേർട്ട് ഇല്ലാതെ പൈസയാണ്. അതൊരിക്കലും പോസിബിൾ അല്ല. ഈ ഓൺടർപ്രണർഷിപ്പിലെ ഏറ്റവും ടഫായിട്ടുള്ളൊരു മോഡലാണ് സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത്. സ്ലോ സ്റ്റഡി പക്ഷേ ഫാസ്റ്റ് ഗ്രോത്ത് ആണ് ഇനീഷ്യലി. അപ്പോൾ നമ്മൾ കൃത്യമായി നമ്മുടെ എഫേർട്ടിലൂടെ തുടങ്ങി ആവശ്യമുള്ള സമയത്ത് മാത്രം ചെയ്യുക. അനാവശ്യമായ ചതിക്കുഴികളിലും ഈ ഗ്രാൻറ്റിൻ്റെയും സീഡ് ഫണ്ടിൻ്റെയും അല്ലെങ്കിൽ ഈ പറയുന്ന പല മെത്തേഡിലും തരുന്ന ഒന്നിലും കമ്മീഷൻ കൊടുത്ത് നമ്മൾ വഞ്ചിതരാവാതെ നോക്കുക. ഫണ്ടിങ് എന്നത് മാൻഡേറ്ററി ഒരു കാര്യം പോലും അല്ല. ഇപ്പോൾ സെറോദ എന്ന് പറയുന്ന ബ്രാൻഡ് പറയുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ബൂട്ട് സ്ട്രാപ്ഡ് ആണ്. ഏറ്റവും നമ്മുടെ നാട്ടിൽ ഈ സ്റ്റാർട്ടപ്പ് വന്നേ പിന്നെയാണ് ഈ ഫണ്ടിങ്ങിനെ പറ്റി കേൾക്കുന്നത്. അവർ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, എന്തിനാണ് അവർ ഫണ്ട് എടുത്തത്? ഇപ്പോൾ 10 വർഷം കൊണ്ട് ബിൽഡ് ചെയ്യുന്ന ബിസിനസ്സിനെ 2 ഇയർ കൊണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള വളരെ ക്ലാരിറ്റി ഉള്ള നല്ല വിഷനുള്ള പ്രൊഡക്ട്സിനും ഫൗണ്ടേഴ്സിനും മാത്രമാണ് ഫണ്ട് വരുന്നത്. അപ്പോൾ എപ്പോഴും നല്ലത് ഓൺ ഫണ്ട് ബൂട്ട് സ്ട്രാപ്പിംഗ് തന്നെയാണ്. യെസ്. പിന്നെ ഒരു പോയിന്റ് കൂടി ഇതിനകത്ത് ചോദിക്കാനുള്ളൊരു കാര്യം, പരസ്യങ്ങൾ കൊടുക്കുന്നത് ധാരാളം നമ്മൾ കണ്ടിട്ടുണ്ട്. നിക്ഷേപകരെ ചോദിച്ചുകൊണ്ടുള്ള പരസ്യങ്ങൾ അത് ഫേസ്ബുക്കിനകത്ത് ധാരാളം വരാറുണ്ട്. ബിസിനസ്സിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാം, ഇത്ര രൂപ നിക്ഷേപിച്ചാൽ ഇത്ര രൂപ നിങ്ങൾക്ക് റിട്ടേൺ. ശരി, നമുക്ക് കമ്പനീസ് ആക്ട് പ്രകാരം അല്ലെങ്കിൽ LLPയുടെ നിയമങ്ങൾ പ്രകാരം നമുക്ക് അങ്ങനെ ഒരു പബ്ലിക്കലി നമുക്കിത് പറയാനായിട്ടുള്ള, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രോസ്പെക്ടസ് അടിച്ച് നമുക്ക് വിതരണം ചെയ്യാനായിട്ടുള്ള റൈറ്റ്സ് എക്സെപ്റ്റ് പബ്ലിക് ലിമിറ്റഡ് കമ്പനി ചെയ്യുന്നത്. അപ്പം ശരിക്കും അത് ഭയങ്കര ഒരു പ്രശ്നത്തിലേക്ക് വഴി മീൻസ് ലീഡ് ചെയ്യുന്ന ഒരു കാര്യമല്ല അത്. ഡെഫിനറ്റായിട്ടും ഇത് ചെയ്യാൻ പാടില്ല. അതായത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയോ LLPയോ പാർട്ണർഷിപ്പോ പാർട്ട്ണറെ തേടി ഇൻവെസ്റ്ററെ തേടി പബ്ലിക്കിൽ ഒരിക്കലും ഇത് ചെയ്യാനായിട്ട് പരസ്യം കൊടുക്കാൻ പാടില്ല. അത് കമ്പനീസ് ആക്ട് പ്രകാരവും LLP ആക്ട് പ്രകാരവും പാർട്ണർഷിപ്പ് ആക്ട് പ്രകാരവും തെറ്റാണ്. അതുപോലെ ഇതിനേക്കാളും ഭയാനകമായിട്ടുള്ള ഒരു ആക്ടാണ് ബഡ്സ് ആക്ട്, ബാനിങ് ഓഫ് അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് ആക്ട്. ഈ പരസ്യം ഒരു ആൾ കൊണ്ടുപോയി കംപ്ലയിൻറ്റ് കൊടുത്താൽ നിർബന്ധമായിട്ട് ഡയറക്ടർക്ക് നല്ല ഫൈൻ വരും. കാരണം ഈ പബ്ലിക് മണി ലൂട്ട് ചെയ്യുക, പബ്ലിക് മണി മിസ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരുപാട് ഇഷ്യൂസ് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. ഗവൺമെൻറ് എപ്പോഴും വിജിലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയും കൂടിയാണ്. CSRന്റെ കേസ് പറയേണ്ട ഒരു കാര്യമാണ്. കറക്റ്റാണ്. CSR ഫണ്ട് നമ്മുടെ ബിസിനസ്സിലേക്ക് വേറെ മാർഗ്ഗങ്ങൾ കൊണ്ടുവരുന്നത്. എനിക്കാണെങ്കിലും അങ്ങനെയാണെങ്കിലും ധാരാളം ഇത്തരത്തിൽ എക്സ്പീരിയൻസ് ഉണ്ടാവും. ആൾക്ക് ഇതെങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചോദിച്ചിട്ട് പറയാം. ഒരുപാട് ഏജൻസീസ് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, അതായത് നമുക്ക് 5 കോടി നെറ്റ് പ്രോഫിറ്റോ അല്ലെങ്കിൽ 500 crores ടേൺ ഓവറുള്ള കമ്പനീസ്, ലിസ്റ്റഡ് കമ്പനീസ് നിർബന്ധമായിട്ടും 2% നമ്മൾ കൊടുക്കണം, പ്രോഫിറ്റ് കൊടുക്കണം. അപ്പോൾ ശരിക്കും നല്ല കമ്പനീസ് ഇപ്പോൾ CSR 2% മുമ്പേ കമ്പനീസിൻ്റെ പ്രോഫിറ്റിന് 30-40% കൊടുത്ത് മാതൃകയായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ടാറ്റ. അതൊരു സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ ഫണ്ട് തിരിച്ചെടുക്കാൻ വേണ്ടി പല ഏജൻസീസും നമ്മളെ വിളിച്ച് പറയും, നിങ്ങളുടെ കമ്പനി തരൂ, ഞങ്ങൾ ഫണ്ട് അവിടേക്ക് ചെയ്യാം, ആ ഫണ്ട് തിരിച്ച് വാങ്ങി ചെയ്യാം. മനസ്സിലാക്കേണ്ടത് ഈ ഫണ്ട് ഡിപ്ലോയ്മെൻറ്റിന് CSR ഓഡിറ്റ് എന്ന് പറയുന്ന സംഗതി നിർബന്ധമാണ് കമ്പനിക്ക്. എന്തെങ്കിലും ഒരു പാളിച്ച് പറ്റിക്കഴിഞ്ഞാൽ തന്ന ആളുകൾക്കും വാങ്ങിയ ആളുകൾക്കും ഒരുപാട് പ്രശ്നങ്ങൾ വയ്ക്കുന്നുണ്ട്. കാരണം ചില അക്കൗണ്ട്സിലേക്ക് ഭയങ്കര എമൗണ്ട്സ് ആണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവരെന്തിന് അത് വന്ന് ഇവർ തന്നെ വിഡ്രോ ചെയ്തിട്ട് അവരെ പേഴ്സണൽ കാര്യമായിട്ട് കൊടുക്കാൻ പറയും. ഇന്നൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ശരിക്കും കൈൻഡ് ഓഫ് മണി ലോണ്ടറിംഗ് ആണ് ഇത് വരുന്നത്. കാരണം നമുക്ക് ജയിലിൽ നോൺ ബെയിലബിൾ ആയിട്ടുള്ള പല ഒഫൻസുകളും ഇതിൻ്റെ ബാക്കിൽ കിടക്കുന്നുണ്ട്. CSR നമുക്ക് ലീഗലി ചെയ്യാം. ഇപ്പം എന്താ പറയുക, ഒരു NGO ഉണ്ടെങ്കിൽ ആ NGO CSR ഫണ്ട് റിസീവ് ചെയ്യുകയും അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പർലി ആ NGOൻ്റെ ഒബ്ജക്റ്റീവിനെ സപ്പോർട്ട് ചെയ്ത സ്റ്റാർട്ടപ്സിന് വേണമെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യാം. ഇപ്പോൾ ഞങ്ങൾ ഈ ഇടയ്ക്ക് ചെയ്ത ഒരു CSR ഫണ്ടിൻ്റെ എക്സിക്യൂഷൻ ഒരു വാട്ടർ രജിസ്ട്രേഷൻ ചെയ്യുന്ന ഒരു സ്റ്റാർട്ടപ്പായിരുന്നു. ഒരു UN-ൻ്റെ ഫണ്ട് ലീഗലി ഒരു NGOയ്ക്ക് വന്നു, കൃത്യമായി അത് അക്കൗണ്ടബിൾ ആയിരുന്നു, TDS ആയിരുന്നു, എല്ലാം പക്കയായിരുന്നു, ലീഗലി നമുക്ക് ചെയ്യാം. പക്ഷേ CSR ഫണ്ട് മാത്രം നോക്കി ഫണ്ടിങ്ങിലേക്ക് നോക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കത് ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാം AI-യിലൂടെ നമ്മുടെ ട്രാൻസാക്ഷൻസ് എല്ലാം ഗവൺമെൻറ് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. അനാവശ്യമായ റിസ്കിലേക്ക് പോകാതിരിക്കുക. പക്ഷേ പ്രൊഫഷണലി ഇഫ് യു വാണ്ട് ടു റിസീവ് CSR ഫണ്ട് ദർ ഇസ് എ പോസിബിലിറ്റി ടു റിസീവ് ഇൻ സ്റ്റാർട്ടപ്പ് ആസ് വെൽ ആസ് ഇൻ സെക്ഷൻ 8 കമ്പനി. അത് നമുക്ക് പ്ലാൻ ചെയ്യാവുന്നേ ഉള്ളൂ. അത് ലീഗലി നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. ആ ബെനിഫിറ്റ് നമ്മുടെ പൈലറ്റ് റണ്ണിൻ്റെ സ്റ്റേജിൽ ഉപയോഗിക്കാനും പറ്റും. പക്ഷെ നല്ല രീതിയിൽ മാത്രം ആ ഫണ്ടിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക. യെസ്. ഇനിയിപ്പം ഇത്തരത്തിലുള്ള ഫണ്ടേഴ്സിനെ കിട്ടുന്ന ഏതെങ്കിലും പ്ലാറ്റ്ഫോംസ് ഉണ്ടോ? ഏതെങ്കിലും ഒരു സിംഗിൾ പ്ലാറ്റ്ഫോമിൽ ഇത്തരത്തിലുള്ള ഫണ്ടേഴ്സ് നമുക്ക്, കാരണം എല്ലാവർക്കും ഉള്ളൊരു സംശയമാണിത്, ഫാമിലിയിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിലോ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള കേപ്പബിലിറ്റിയുള്ള ആൾക്കാരില്ല, പുറമേ നിന്ന് തന്നെ നമുക്ക് ഫണ്ട് എടുക്കേണ്ടതായിട്ട് വരും. അപ്പം ഇവരെ കണ്ടെത്താനായിട്ടുള്ള ഏതെങ്കിലും മാർഗ്ഗങ്ങൾ ലിങ്ക്ഡിൻ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്, അതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇനിയിപ്പോൾ നമുക്കിപ്പോൾ സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉണ്ട്. അതിപ്പോൾ ഭാസ്കർ പോർട്ടലായിട്ട് കുറച്ച് അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. നാഷണൽ സിംഗിൾ വിൻഡോ സിസ്റ്റം NSW പോർട്ടലായിട്ട് മാറിയിട്ടുണ്ട്. അതിൽ ഇൻവെസ്റ്റർ കണക്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സ്റ്റാർട്ടപ്പുകൾക്ക് ഇന്ത്യയിലെ പ്രമുഖ
പ്രമുഖരായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സായിട്ട് കണക്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി അവിടെയുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചോദിക്കുമ്പോഴേക്കും ആൾക്കാർ റെസ്പോൺസ് കിട്ടണമെന്നില്ല. ഇഫ് യു ട്രൈ വിത്ത് 100 people യു വിൽ ഗെറ്റ് എ റെസ്പോൺസ് ഫ്രം 5 or 10. ദാറ്റ്സ് വി ഹാവ് ടു കണക്ട്. അല്ലെങ്കിൽ ആ ഇൻവെസ്റ്ററെ അറിയാവുന്ന ഒരു കോമൺ ഫ്രണ്ടിനെ കണക്ട് ചെയ്തിട്ട് അവരിലേക്ക് ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കുക. സോ സ്റ്റാർട്ടപ്പ് ഇന്ത്യ പോർട്ടൽ യൂസ് ചെയ്യാം, ലിങ്ക്ഡിൻ യൂസ് ചെയ്യാം. ഡെഫിനറ്റ്ലി 1-to-1 ഇൻട്രാക്ഷൻ ആണ് ഇതിൻ്റെ ബേസിക്സ്. സോ പേഴ്സണൽ നെറ്റ്വർക്കിംഗ് ത്രൂ മെനി ഇവൻറ്റ്സ്. പിന്നെ പബ്ലിക്കായിട്ടുള്ള എല്ലാ ലിസ്റ്റഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ഫണ്ടിങ് ഏജൻസീസും ലിസ്റ്റഡ് ആണ്. ദാറ്റ് ഈസ് ഡൺ ത്രൂ സെബിയുടെ ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം എന്ന് പറയുന്ന മെത്തേഡിലൂടെയാണ് ഫണ്ട് ചെയ്യുന്നത്. വെഞ്ചർ ക്യാപിറ്റലിസ്റ്റും ഏഞ്ചൽസും എല്ലാം അവൈലബിൾ ആണ്, എല്ലാം ഗൂഗിളിൽ അവൈലബിൾ ആണ്. അവരിലേക്ക് എത്തിപ്പെടാൻ എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഈ ഫണ്ടിങ്ങിനകത്ത് നമ്മളൊരു പോയിന്റ് വിട്ടുപോയത് എനിക്ക് സീഡ് ഫണ്ടിങ് ആണ് അല്ലേ? സീഡ് ഫണ്ടിങ് ആർക്കാണ് കിട്ടുന്നത്? അത് എത്ര എമൗണ്ട് വരെയാണ് നമുക്ക് കിട്ടുന്നത്? നോർമലി എലിജിബിൾ സ്റ്റാർട്ടപ്പ് എന്നാണ് അതിൻ്റെ പറയുക. സ്റ്റാർട്ടപ്പ് തന്നെ എലിജിബിലിറ്റി വേണം. അപ്പോൾ വിത്തിൻ 2 yearsനുള്ളിലുള്ള കമ്പനിക്ക് മാത്രമാണ് സീഡ് ഫണ്ടിങ് കിട്ടുക. അതായത് 2 വർഷത്തിനുള്ളിൽ ഫോം ചെയ്തിട്ടുള്ള ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി മോഡലിലുള്ള സ്റ്റാർട്ടപ്പുകൾക്കാണ് ഈ സീഡ് ഫണ്ട് കിട്ടുക. ഒരു 3 മെത്തേഡിലാണ് ഈ ഫണ്ട് ഡിപ്ലോയ് ചെയ്യുക. ഒന്ന് 10 lakhs വരെയുള്ള ഗ്രാൻഡായിട്ട്, നോൺ റീഫണ്ടബിൾ ഗ്രാൻഡായിട്ടോ, അതല്ലെങ്കിൽ 25 lakhs വരെയുള്ള സോഫ്റ്റ് ലോൺ എന്ന് പറയും, കൊളാറ്ററൽ ഫ്രീ ആയിട്ട് 5 to 6% ലോണായിട്ട് കിട്ടും. അപ് ടു 50 lakhs വരെ കമ്പൽസറി കൺവേർട്ടബിൾ ഡിബഞ്ചറായിട്ട്, അതായത് ഇക്വിറ്റി മോഡലിലേക്ക് ആ ഇൻക്യുബേറ്ററും നമ്മുടെ 1% ഷെയർ എടുത്തിട്ട് ഒരു ഫ്യൂച്ചർ വാല്യുവേഷൻ്റെ പുറത്ത് നമ്മൾ ഫണ്ട് സ്വീകരിക്കുന്ന രീതി. ഒരു 50 ലക്ഷം വരെ എലിജിബിൾ ആണ്. പ്രാക്ടിക്കലി സ്പീക്കിംഗ് അറൗണ്ട് 25 lakhs ഒക്കെയാണ് നമുക്കതിൽ കിട്ടുക. ഏത് ടൈപ്പ് ബിസിനസ്സുകൾക്കാണ് കൂടുതലും പ്യുവർ സ്റ്റാർട്ടപ്സിൽ? ഇപ്പോൾ അഗ്രിടെക് ആണെങ്കിലും ഹെൽത്ത് ടെക് ആണെങ്കിലും സാസ് ആണെങ്കിലും സെൻട്രൽ ഗവൺമെൻറ് ആണ് ഡിസ്പോസ് ചെയ്തത് ത്രൂ ഈ പറയുന്ന ഇൻക്യുബേറ്റേഴ്സ്. പ്രൊഡക്റ്റിനും അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ MSMEയിൽ മാത്രമല്ല, സ്റ്റാർട്ടപ്സിൽ നല്ല യൂണീക്ക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ട്. ഇപ്പോൾ സസ്റ്റൈനബിൾ ആയിട്ടുള്ള പല പ്ലാസ്റ്റിക് വേസ്റ്റിൽ നിന്ന് റീസൈക്കിൾ ചെയ്യുന്ന പ്രൊഡക്ട്സ്, ഒരുപാട് അങ്ങനത്തെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സുകൾക്കും ഇത് അവൈലബിൾ ആണ്. സബ്ജക്റ്റ് ടു നേരത്തെ പറഞ്ഞ പോലെ ഓരോ ഇൻക്യുബേറ്റർക്കും ഓരോ സെക്ടറാണ്. ആ സെക്ടർ ക്യാപ്പ് അനുസരിച്ചിട്ടാണ് ഈ ഫണ്ട് നമുക്ക് അവൈലബിൾ ആയിരിക്കുക. അതോടൊപ്പം തന്നെ ഈ പേഴ്സണൽ ബ്രാൻഡിങ് യൂസ് ചെയ്തിട്ട് ഫണ്ടിങ് ചെയ്യുന്ന ധാരാളം, എനിക്കൊന്ന് ഷെഫ് പിള്ള എന്ന് പറയുന്നത് ഒരു പരിധിവരെ അക്കാര്യം ഷെഫ് പിള്ള എന്ന് പറയുന്ന പേര് കേട്ട് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ആൾക്കാർ ഇഷ്ടം പോലെ വരുന്നുണ്ടാവും. കാരണം ആ ഒരു ട്രസ്റ്റ് ആണ്. അപ്പം ഈ പേഴ്സണൽ ബ്രാൻഡ് എത്രത്തോളം നമുക്ക് ഈ ഫണ്ടിങ്ങിന് ഉപകരിക്കുന്നുണ്ട് എന്നുള്ളത്? ഡെഫിനറ്റ് ആയിട്ട് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് പേഴ്സണൽ ബ്രാൻഡ് തന്നെയാണ്. അതിൻ്റെ കൂടെ തന്നെയാണ് നമ്മുടെ ഒരു ബിസിനസ് ബ്രാൻഡ് ഇക്വിറ്റിയും വളർത്തേണ്ടത്. ഷെഫ് പിള്ളയുടെ മോഡൽ ക്വിക്കായിട്ട് നമ്മളൊന്ന് അനലൈസ് ചെയ്തപ്പോൾ അദ്ദേഹം ചെയ്തൊരു നല്ലൊരു കാര്യമുണ്ട്. ആദ്യം ഒരു ബിസിനസ് പുള്ളി ചെയ്ത് കാണിച്ചു കൊടുത്തു. ബാംഗ്ലൂരാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്റ്റാർട്ട് ചെയ്തത്. 1-2 സ്റ്റോർ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് ചെയിൻ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ഒരു മാർക്കറ്റ് പൊട്ടൻഷ്യലും അതിൻ്റെ പ്രോഫിറ്റബിലിറ്റിയും അദ്ദേഹം കാണിച്ചു കൊടുത്തതിന് ശേഷമാണ് പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഇൻഡയറക്റ്റ് കൈൻഡ് ഓഫ് ഒരു ഫ്രാഞ്ചൈസ് മോഡൽ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ മോഡലാണ് അദ്ദേഹം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. അതെല്ലാം കൈൻഡ് ഓഫ് ഒരു ഫ്രാഞ്ചൈസിയുടെ ഒരു മോഡലാണ്. പക്ഷെ അത് വളരെ മനോഹരമായിട്ട് വിത്തിൻ ക്വിക്ക് സ്പാൻ ഓഫ് ടൈം ആണത്. അതിന് മുമ്പ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഒരു സ്റ്റോറി ബിൽഡ് ചെയ്തതല്ല, സ്റ്റോറി അദ്ദേഹത്തിന്റെ സ്റ്റോറി തന്നെ ആൾക്കാരിലേക്ക് എത്തിച്ചു. സഫാരിയിൽ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ത്രൂ ആണ് ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അതിനുശേഷമാണ് തോന്നുന്നു ബാംഗ്ലൂരിൽ അദ്ദേഹം ഇത് സ്ഥാപനം ആരംഭിച്ചിട്ടുള്ളത്. പിന്നെ ഈ റെസ്റ്റോറൻറ്റ് ചെയിൻസ് നമ്മൾ ഒരുപാട് കൺസൾട്ട് ചെയ്തുകൊണ്ട് പറയുകയാണ് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള സെഗ്മെന്റ് ആണ് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത്. അവിടെയാണ് അദ്ദേഹം ഫൈൻ ഡൈനിങ് എന്ന് പറയുന്ന എക്സ്പീരിയൻസ് കൊണ്ടുവരുന്നത്. ഒരു കോണ്ടിനെന്റൽ നാടൻ ഫ്യൂഷൻ സംഗതി വരുമ്പോൾ അതിൻ്റെ പ്രൈസിങ് എല്ലാം മോഡറേറ്റ് പ്രീമിയമാണ്. കാരണം ഏറ്റവും കൂടുതൽ റെസ്റ്റോറൻറ്റ് ഓണേഴ്സ് ഫേസ് ചെയ്യുന്ന ചലഞ്ചാണ് വേസ്റ്റേജ് അല്ലെങ്കിൽ കൺസംഷൻ അറിയാത്തത്. അവിടെ ശരിക്കും ഒരു പ്രൊഫഷണൽ സിസ്റ്റം കൊണ്ടുവരികയും അതിനെ ഒരു എന്താ പറയുക കോപ്പി ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മോഡലും കൂടി അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇൻ ടേംസ് ഓഫ് സിസ്റ്റം ആസ് വെൽ ആസ് ദി സ്ട്രക്ചറിങ് ആൻഡ് സ്കെയിലബിലിറ്റി. അപ്പം ഈ പേഴ്സണൽ ബ്രാൻഡിങ് ഇമ്പോർട്ടൻ്റ്. അപ്പം ഒരു ഡോക്ടറെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നല്ല പ്രഗത്ഭനായിരിക്കാം, പക്ഷേ അത്രത്തോളം ആൾക്കാർക്ക് അറിയാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവിടെ ഫണ്ടിങ്ങിനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ നേരെ മറിച്ച് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ആക്റ്റീവാണ്, അത്യാവശ്യം ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ സാധ്യത വളരെ കൂടുതലാണ്. അപ്പം എത്രത്തോളം നമുക്ക് സ്കില്ലുണ്ട് എന്നുള്ളത് മാത്രമല്ല വിഷയം വരുന്നത്, അത് എത്രത്തോളം നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മളെക്കുറിച്ച് എത്രത്തോളം അറിവുണ്ട് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. പക്ഷേ അതല്ലാതെയുള്ള ഈ പേഴ്സണൽ ബ്രാൻഡ്സ് നമ്മുടെ നാട്ടിലുണ്ട്. ഷോ ഓഫ് മാത്രമായിട്ട് എന്താണ് ബിസിനസ് ചോദിച്ചാൽ അറിയത്തില്ല, ജസ്റ്റ് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ. അങ്ങനെ ശരിക്കും ഞാൻ ഈ ഇടയ്ക്ക് ഒരു ആർട്ടിക്കിൾ ഇവിടെ വായിച്ചതാണ്. ആഫ്റ്റർ 5 to 10 years the most successful entrepreneurship area will be influencer business. അതായത് ഇൻഫ്ലുവൻസറിനെ പാർട്ണർ ആക്കിയിട്ടുള്ള ബിസിനസ്. ഇപ്പോൾ നമ്മുടെ ഡോയിൻ ജോൺസൺ, നമ്മൾ റോക്ക് എന്ന് പറയുന്ന അദ്ദേഹമായിട്ട് ഞാനൊരു ടെക്സ്റ്റൈൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ പുള്ളിക്ക് 60% കൊടുത്താലും വിത്തിൻ 2 years ദാറ്റ് വിൽ ബി ഇൻ മില്യൺസ്. സോ ആ ഒരു സെഗ്മെൻറ്റിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത്.
ഇനി നമുക്ക് കുറച്ച് ഇൻ്റർനാഷണൽ ലെവലിലേക്ക് പോകാം. അപ്പം ഇൻ്റർനാഷണൽ ഫണ്ടിങ് നമുക്ക് ഇന്ത്യയിൽ നിന്നല്ലാതെ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഫണ്ടിങ് കിട്ടുന്ന സമയത്ത് ഒരുപാട് ലീഗാലിറ്റീസ് ഡെഫിനറ്റ്ലി ഉണ്ട്. നമ്മൾ വിദേശ ഫണ്ടിങ് നമ്മൾ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്തുള്ള കാര്യങ്ങൾ. അപ്പം ഈ സ്റ്റാർട്ടപ്പിനെ സംബന്ധിച്ചിടത്തോളം പുറമേ നിന്നുള്ളൊരു ഇൻവെസ്റ്റർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട്. അപ്പം അതിൻ്റെ ലീഗാലിറ്റീസ് എങ്ങനെയാണ്? യെസ്, ഇപ്പം ഇന്ത്യക്ക് വെളിയിൽ നിന്ന് ആളുകളോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളോ നമ്മുടെ കമ്പനിയുടെ ഭാഗമാകാം. ഷെയർ കൊടുക്കാതെ ഒരിക്കലും ഒരാളെ നമുക്ക് ഭാഗമാക്കാൻ പറ്റില്ല. അതിന് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ് പറയുക, FDI എന്ന് നമ്മൾ ടെക്നിക്കലി പറയും. അതിന് RBIയുടെ പെർമിഷനോട് കൂടി ഓരോ സെക്ടറിലേക്കും ഓരോ ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇപ്പോൾ IT ആണെങ്കിൽ 99% കൊണ്ടുവരാം, റിയൽ എസ്റ്റേറ്റ് ആണെങ്കിൽ നമുക്ക് 49 പറ്റുള്ളൂ. അങ്ങനെ പല സെക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ പ്രൊഫഷണലി നമുക്ക് ഗ്ലോബൽ പെർസ്പെക്റ്റീവിൽ ഫണ്ട് റേസ് ചെയ്യാം. അവിടെയാണ് MSMEസും SMEസും സ്റ്റാർട്ടപ്പിനെ കണ്ടുപിടിക്കേണ്ടത്. They connect with people over US, UK, അതർ കൺട്രീസ്. അവിടെ നിന്ന് കണക്ട് ചെയ്തിട്ട് നമ്മൾ പ്രോപ്പർ വാലുവേഷൻ്റെ പുറത്ത് ലീഗലി ഫണ്ട് റേസ് ചെയ്യാണ് നമ്മൾ ചെയ്യുക. മാന്യമായി നമുക്ക് എക്സിറ്റ് കൊടുക്കാനും ഈ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാനും നമുക്ക് പോസിബിളാണ്. അതുപോലെ NRI കമ്മ്യൂണിറ്റീസ്, ഒരുപാട് NRIs ശരിക്കും പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഉണ്ട് ഇന്ത്യയിൽ എന്തെങ്കിലും ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത്. അവിടെയും FDI വരാം. സബ്ജക്റ്റും നമ്മൾ ഈ പൈസ തിരിച്ചു കൊണ്ടുപോകുന്നില്ല, നോൺ റീപാർട്ടബിൾ ബേസിസ് ആണ്. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ ഇന്ത്യക്ക് വെളിയിലേക്ക് കൊണ്ടുപോകുന്നില്ലെങ്കിൽ ദർ ഈസ് നോ പ്രോബ്ലം, നമുക്ക് FDI വരില്ല. ഇഫ് ഹീസ് ഇൻവെസ്റ്റിംഗ് ത്രൂ NRO അക്കൗണ്ട് ഓർ NRE ആയാലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ നമ്മുടെ പെർസ്പെക്റ്റീവ് നമ്മളെപ്പോഴും പറയാം ഗ്ലോബലായിരിക്കണം. ഇഫ് യു ക്യാൻ യൂസ് LinkedIn പ്രോപ്പർലി, അതായത് LinkedIn കറക്റ്റായിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കറക്റ്റ് ഇൻവെസ്റ്ററിലേക്ക് കൂടെ എത്തണം. അവർ നേരത്തെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ ഫണ്ടേഴ്സിന് തപ്പി ഒരു കടൽ പോലെ കിടക്കുന്ന സംഗതിയാണ്. കൃത്യമായ ആളുകളിലേക്ക് കൃത്യമായ സമയത്ത് എത്താനുള്ള ഒരു ഗൈഡൻസും നമ്മുടെ എഫേർട്ടും ഉണ്ടെങ്കിൽ ഒരു ബ്രിഡ്ജ് ഇവിടെ പോസിബിൾ അല്ല. ഫൗണ്ടറിനോട് മാത്രമാണ് പലപ്പോഴും ഇൻവെസ്റ്റർ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നത്. അതിനിടയ്ക്ക് നിന്ന് കമ്മീഷൻ വാങ്ങുന്നവരെ വലിയ താല്പര്യമില്ല, അൺലെസ് ഈസ് എ പ്രൊഫഷണൽ തിങ്. സോ അതും കൂടി നമ്മളൊന്ന് പ്ലാൻ ചെയ്യാൻ പറ്റിയാൽ, നേരത്തെ ആഡ് ഓൺ ചെയ്യാണ്, ഇക്വിറ്റി മാത്രമല്ല ലോണായിട്ട് നമുക്ക് കൊണ്ടുവരാനുള്ള ഓപ്ഷൻ ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് എക്സ്റ്റേണൽ കൊമേഴ്സ്യൽ ബോറോയിങ്സ്. ഇത് കേരളത്തിൽ അധികം പേര് ചെയ്തിട്ടില്ല, പേടിച്ചിട്ടാണോ അതോ അറിയാത്തോടാണെന്ന് അറിയില്ല. ഇത് നമ്മൾ ഇഫ് യു മൂവ് ടു നോർത്ത് ഇന്ത്യൻ പാർട്ട്, they are doing excellently well on this foreign funding. ലാസ്റ്റ് റിപ്പോർട്ട്സ് പ്രകാരം US ആയിരുന്നു പ്രീവിയസ്ലി ഏറ്റവും കൂടുതൽ ഫണ്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിരുന്നത്. ഇപ്പോൾ സിംഗപ്പൂർ ഈസ് ദി ബെറ്റർ കൺട്രി. സോ ഫൈനലി വി ക്യാൻ ക്രിയേറ്റ് എ ഹോൾഡിംഗ് കമ്പനി ഇൻ US ഓർ സിംഗപ്പൂർ. നമുക്ക് ഫണ്ട് അവിടെ റേസ് ചെയ്യാം ലീഗലി, സബ്ജക്റ്റ് ടു ഇഫ് ഇന്ത്യൻ ബിസിനസ് ഈസ് റിലവൻറ്റ് നമുക്ക് ഫണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരാനും പോസിബിളാണ്. പറയുമ്പോൾ ഇതൊരു മിത്ത് പോലെ തോന്നും, പക്ഷേ ഇഫ് യു ഗോ ടു ആക്റ്റീവ്ലി ഇൻ ദ എക്കോസിസ്റ്റം ഇറ്റ്സ് വെരി കോമൺ ഇൻ സ്റ്റാർട്ടപ്സ്. ഇനി നമ്മളൊരു ഇൻവെസ്റ്ററിൻ്റെ പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പൈസ നിക്ഷേപിക്കാനായിട്ടുള്ള താല്പര്യമുണ്ട് ഒരു ബിസിനസ്സിൽ. അപ്പം ഡെഫിനറ്റ്ലി ഈ പറയുന്ന ക്രൈറ്റീരിയസ് എല്ലാം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. ഫൗണ്ടർ നോക്കേണ്ടതായിട്ട് വരും, പിച്ചിലേക്ക് നമ്മൾ നോക്കേണ്ടതായിട്ട് വരും, ബിസിനസ് ഐഡിയ നമ്മൾ നോക്കേണ്ടതായിട്ട് വരും. എത്ര % ഇക്വിറ്റി ഞാൻ ചോദിക്കണം? ഓക്കെ, അത് സ്റ്റേജ് ആൻഡ് വാലുവേഷനാണ് നമുക്ക് പറയാൻ പറ്റുക. ഇപ്പോൾ നമ്മൾക്ക് വാലുവേഷൻ കൂടണമെങ്കിൽ 2 ഫാക്ടേഴ്സാണ്. ബ്രാൻഡ് ഇക്വിറ്റി വേണം, അതിനോടൊപ്പം സെയിലും പ്രോഫിറ്റബിലിറ്റിയും കൂട്ടണം. സെയിലിൻ്റെ 1 to 4 times ആണ് നോർമലി നമ്മൾ വാലുവേഷൻ പറയുക, അല്ലെങ്കിൽ പ്രോഫിറ്റിൻ്റെ 1 to 10%. ഇപ്പോൾ 1 കോടി ടേൺ ഓവറുള്ള കമ്പനിക്ക് വാലുവേഷൻ കിട്ടുക 4 കോടി മുതൽ 10 കോടി വരെയാണ്. മാക്സിമം 5 കിട്ടുക. നല്ല ബ്രാൻഡ് ഇക്വിറ്റി ഉണ്ടെങ്കിൽ അത് 10 കോടി വരെ ആ സ്റ്റോറിയിൽ കൺവിൻസ് ചെയ്യാം. ഇപ്പോൾ ആ 10 കോടി വാലുവേഷനുള്ള കമ്പനിയിൽ ഇഫ് ഐ ആം ഇൻവെസ്റ്റിംഗ് 1 crore rupees, 10% വിൽ ബി ദി ഡൈലൂഷൻ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്റ്റാർട്ടപ്പിൽ MSMEസിനേക്കാളും കൂടുതൽ ദി ഫൗണ്ടേഴ്സ് ഇക്വിറ്റി വിൽ ബി ഹെൽഡ് ബൈ 90 to 80%. അതായത് ഇൻവെസ്റ്ററും ഫൗണ്ടറും തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ട് സ്റ്റാർട്ടപ്പിൽ. ഇൻവെസ്റ്റർ ഈസ് ഇൻവെസ്റ്റിംഗ് ആൻഡ് ഹീസ് ലുക്കിംഗ് ഓവർ ദി ആക്ടിവിറ്റീസ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാം കയറി നേരെ 30% 40% കൊടുക്കരുത്. ക്യാപ് ടേബിൾ എന്ന് പറയും. ഇവിടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ഷുഡ് ബി ആഫ്റ്റർ 1 or 2 rounds ഒരു 70 to 80% ഫൗണ്ടേഴ്സിന് വേണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡിസിഷൻ പവർ ഓഫ് എ കമ്പനി ബേസ്ഡ് ഓൺ 76%. അത് എപ്പോഴും ഫൗണ്ടേഴ്സിന് ഉണ്ടായാൽ മാത്രമേ നാളെ അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡിസിഷനായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അവിടെയാണ് ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മൾ പ്ലാൻ ചെയ്യണം. ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മൾ പറയുന്ന ഫണ്ടിങ് എടുക്കുന്ന സമയത്തുള്ള ബുദ്ധിമുട്ടും അവിടെയാണ് വരുന്നത്. പക്ഷെ അവിടെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റണം. അവിടെയാണ് ശരിക്കും ഒരു കൺസൾട്ടൻ്റ് റോൾ കിടക്കുന്നത്. ഒരു സ്റ്റാർട്ടപ്പിലാണെങ്കിൽ ഈ ഒരു മെത്തഡോളജി ഫോളോ അപ്പ് ചെയ്യാം. MSMEസിലാണെങ്കിൽ കുറച്ചും കൂടി വേണമെങ്കിൽ നമുക്ക് ഡൈലൂട്ട് ചെയ്യാം. ഇവിടെ ഒന്ന് എഡ്യൂക്കേഷൻ ചെയ്താൽ മാത്രം, അല്ലെങ്കിൽ നമ്മുടെ ലോങ് ടൈം മീറ്റിൽ എന്തായാലും അത് എഫക്റ്റ് ചെയ്യും. യെസ്, ഈ വാല്യുവേഷൻ നമ്മൾ പറഞ്ഞല്ലോ, എന്തിനടിസ്ഥാനപ്പെടുത്തിയാണ് ശരിക്കും വാല്യുവേഷൻ ചെയ്യുന്നത്? ടെക്നിക്കലി അതിന് എന്തെങ്കിലും ഒരു മെത്തേഡ് ഉണ്ടോ, അതോ ഫൗണ്ടർ പറയുന്നത് തന്നെയാണോ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്? പ്രൊഫഷണലി ദ വാല്യുവേഷൻ ബേസ്ഡ് ഓൺ പ്രോഫിറ്റബിലിറ്റി. നമ്മൾ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള മെത്തേഡ് നമ്മൾ ലിസ്റ്റഡ് കമ്പനീസിന് ഷെയർ നോക്കിയാൽ പ്രോഫിറ്റബിലിറ്റി, ബുക്ക് വാല്യൂ എന്ന് പറയും. എത്രയാണോ ക്യാപിറ്റൽ ഇട്ടത് അതിൻ്റെ കൂടെ ഈ വർഷം ജനറേറ്റ് ചെയ്തിട്ടുള്ള പ്രോഫിറ്റ് കൂട്ടും, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർ. ലോസ് ആണെങ്കിൽ വാല്യൂ കുറയും. ദിസ് ഈസ് ദ റിയലിസ്റ്റിക് ആൻഡ് കൺസർവേറ്റീവ് മെത്തേഡ്. സ്റ്റാർട്ടപ്സിൽ നമ്മൾ
ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് വാല്യുവേഷൻ യൂസ് ചെയ്യും. ഇപ്പോൾ ഇഫ് യു ആർ ദി ഐഡിയ സ്റ്റേജ്, നമുക്ക് വേണമെങ്കിൽ ബേക്കേഴ്സ് മെത്തേഡ് എന്ന് പറയുന്ന മെത്തേഡ് ഉണ്ട്, കോസ്റ്റ് പ്ലസ് മെത്തേഡ് ഉണ്ട്, വെഞ്ചർ ക്യാപിറ്റൽ മെത്തേഡ് ഉണ്ട്, ഫൈനലി DCF മെത്തേഡ്സ് ഉണ്ട്. അതായത് ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഫ്യൂച്ചർ. വൺ ഈസ് ഓൺ ഫ്യൂച്ചർ, സെക്കൻഡ് വൺ ഈസ് ബേസ്ഡ് ഓൺ ദി ഇവാലുവേഷൻ ഓഫ് ദി ഐഡിയ ആൻഡ് ഫൗണ്ടിങ് ടീം ആൻഡ് മാർക്കറ്റ്. അങ്ങനെ വരുന്നത്. അപ്പോൾ ഇനീഷ്യലി വാല്യുവേഷൻ എന്ന് പറയുന്നത് കൈൻഡ് ഓഫ് മ്യൂച്വൽ എഗ്രിമെൻ്റ് ആണ്. അതായത് എൻ്റെ ഐഡിയയ്ക്ക് ഐ ബിലീവ് ദിസ് ഈസ് മൈ വാല്യുവേഷൻ, ഇഫ് യു ഗിവ് മീ 1 crore rupees ഐ വിൽ ഗിവ് യു സർട്ടൻ നമ്പർ ഓഫ് ഷെയർസ്. അതൊരു മ്യൂച്വൽ എഗ്രീഡ് വാല്യുവേഷൻ ആണ് പലപ്പോഴും നടക്കുന്നത്. അൾട്ടിമേറ്റ്ലി വി മസ്റ്റ് ഗോ ടു ദി റിയലിസ്റ്റിക് വാല്യുവേഷൻ. അതർവൈസ് വാല്യുവേഷൻ ബബിൾ എന്ന് പറയും. ഒരു ഫേക്ക് ആയിട്ടുള്ള വാല്യുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ആ നമ്പേഴ്സിലേക്ക് എത്തിയില്ലെങ്കിൽ ദാറ്റ് വിൽ ഗോ ഫോർ ദി ഡൗൺ റൗണ്ട്. അതുപോലെ ഒന്നും കൂടി ആഡ് ചെയ്യാം, ദർ ഇസ് എ ക്ലോസ് ഇൻ ഷെയർ ഹോൾഡേഴ്സ് എഗ്രിമെൻറ്റ്. ഫണ്ട് റൈസിങ്ങിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ആണ് ഇൻവെസ്റ്ററും നമ്മളും തമ്മിലുള്ള എഗ്രിമെൻ്റ് ആണ് ഷെയർ ഹോൾഡേഴ്സ് എഗ്രിമെൻറ്റ്. ദർ ഇസ് എ ക്ലോസ് ഇൻ SHA, ആൻറ്റി ഡൈലൂഷൻ ക്ലോസ്. അതായത് ഇൻവെസ്റ്ററുടെ ഷെയർ കുറയൂല ഇഫ് വാല്യുവേഷൻ ഗോ ഫോർ ഡൗൺ, ദി ഫൗണ്ടേഴ്സ് ഇക്വിറ്റി വിൽ ഡൈലൂട്ട് മോർ. അങ്ങനൊരു പ്രോബ്ലം കൂടി ഇതിൽ ഉണ്ട്. നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം ഇക്വിറ്റി നമുക്കൊരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇതല്ലാതെ വേറെ ഏതെങ്കിലും ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടോ ഫണ്ട് റേസിങ്ങിനായിട്ട്? ഡെഫിനറ്റായിട്ടും അത് സ്റ്റാർട്ടപ്പിലാണ് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ MSMEസിലും യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇക്വിറ്റി പോലെ തന്നെയുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ് പ്രിഫറൻസ് ഷെയർസ്. ഇക്വിറ്റി ഡൈലൂഷൻ വരുന്നില്ല, പ്രിഫറൻസ് ഓവർ ഡിവിഡൻ്റ് ആണ് അവർക്ക് കൊടുക്കുന്നത്. ഒന്നില്ലെങ്കിൽ അത് കൺവേർട്ട് ചെയ്ത് ഇക്വിറ്റി ആക്കി മാറ്റാം, ഓർ റീഡീമബിൾ ആസ് എ ഷെയർ, മീൻസ് റീപേബിൾ ആസ് എ ലോൺ, ആ ലെവലിലേക്ക് ചെയ്യാം. ഡിബഞ്ചറും എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, സബ്ജക്റ്റ് ടു ഹാവ് എൻ അസെറ്റ്. ഇനി കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ഉണ്ട്, അത് നമുക്ക് ഇക്വിറ്റി ആയിട്ട് മാറ്റാം. അതുപോലെ സ്റ്റാർട്ടപ്പിലെ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ് സേഫ് നോട്ട് എന്ന് ടെക്നിക്കലി പറയുമെങ്കിലും നമ്മൾ ലീഗലി പറയാം കൺവേർട്ടബിൾ നോട്ട് എന്ന് പറയും. അതായത് ഒരു എഗ്രിമെൻറ്റിൻ്റെ പുറത്ത് പൈസ വാങ്ങുകയും ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ നമുക്ക് കൺവേർട്ട് ചെയ്ത് ഇക്വിറ്റി ആക്കിയോ ലോൺ ആക്കിയോ റീപേ ചെയ്യാം. ഒരു ഇൻവെസ്റ്റേഴ്സിൻ്റെ കാഴ്ചപ്പാട് നോക്കുന്ന സമയത്ത് ഇതിൽ ഏതായിരിക്കും ആ ഇൻവെസ്റ്ററിന് കുറച്ചുകൂടെ സേഫ് ആൻഡ് സെക്യൂർഡ്? എപ്പോഴും ഇക്വിറ്റിയാണ് ഇൻവെസ്റ്റർ പോയിന്റിൽ നോക്കുക. പക്ഷേ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം അറിയുന്ന ഇൻവെസ്റ്റർ ആണെങ്കിൽ കൺവേർട്ടബിൾ ആണ് പ്രിഫറൻസ് ചെയ്യുക. കാരണം ഈ ഫൗണ്ടേഴ്സിൻ്റെ ഇക്വിറ്റി ഡൈലൂഷൻ കുറയാതെ നോക്കേണ്ടത് അവരുടെയും കൂടി ആവശ്യമാണ് സ്റ്റാർട്ടപ്സിൽ. മറ്റേതിലാണെങ്കിൽ എങ്ങനെയും ചെയ്യാം. പക്ഷേ മൾട്ടിപ്പിൾ റൗണ്ട് കഴിഞ്ഞാലും ഈ പറയുന്ന ഫൗണ്ടേഴ്സ് ഇക്വിറ്റി ഉണ്ടായാലാണ് ഡിസിഷൻ മേക്കിംഗ് ഫാസ്റ്റ് ആവുള്ളൂ. ഇവരുടെ ഡിസിഷൻ്റെ പുറത്താണ് ഈ പറയുന്ന പ്രോഫിറ്റബിലിറ്റി വാല്യുവേഷനും എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിലെ ബിസിനസ്സുകളിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലായിരുന്നു തന്നെ ആയിരിക്കാം. ഒരു പരിധി പാർട്ട്നേഴ്സ് തമ്മിലുള്ള പ്രശ്നങ്ങൾ അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിലാണെങ്കിൽ ഗ്രോത്ത് സ്റ്റേജിലാണെന്നുണ്ടെങ്കിലും. അപ്പം ഇതും ഈ പറയുന്ന ഫണ്ട് റേസിങ്ങുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഒരു പരിധി വരെ. അതായത് ഫണ്ട് റൈസിങ്ങിൽ ഫസ്റ്റ് ഒരു പ്രൊഫഷണൽ വേയിൽ നമ്മൾ നോക്കുക, ഇനീഷ്യലി ഫൗണ്ടേഴ്സ് എഗ്രിമെൻ്റ് എവിടെയെന്ന് ചോദിക്കും. അതായത് ഇതിൻ്റെ ഐഡിയ ആരുടെ ആയിരുന്നു, പിന്നീട് ആര് വന്നു, പിന്നെ ആര് വന്നു. അപ്പോൾ ഈ പാർട്ട്നേഴ്സ് തമ്മിലുള്ള ക്ലാരിറ്റി, ദെയർ റോൾസ്, റെസ്പോൺസിബിലിറ്റീസ്, റിസ്ക്, റിവാർഡ് ആൻഡ് എക്സിറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 പേരും ഒരുമിച്ച് നിന്നാലാണ് ഇൻവെസ്റ്ററുടെ ഫണ്ട് അവിടെ സേഫ് ആയിരിക്കുള്ളൂ. ഒരാൾ നാളെ ഇറങ്ങിപ്പോയാൽ അത് പ്രോബ്ലമാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ടേംസ് എപ്പോഴും ഡോക്യുമെൻ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. രണ്ടാമത്തെ കേസ്, നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ എല്ലാ ബിസിനസ്സിലും ഡിസ്പ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്രോത്ത് ഫേസിലാണ്. അപ്പോൾ ഈ ഒരു എക്സിറ്റ് പോളിസി കൃത്യമായി ലൈഫിലാണെങ്കിലും പ്രൊഫഷനിലാണെങ്കിലും കൊണ്ടുവന്നാൽ ഒരു പരിധി വരെ നമ്മുടെ ബിസിനസ്സിനെ നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഈ ട്രേഡ് മാർക്കിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും കമ്പനിയുടെ പേരിലായിരിക്കില്ല പലരും എടുക്കുന്നത്, ഇൻഡിവിജ്വലിൻ്റെ പേരിലായിരിക്കും എടുക്കുന്നത്. അങ്ങനെ എടുക്കുന്നത് കൊണ്ട് കമ്പനിയുടെ പേരെടുക്കുന്ന ഇൻഡിവിജ്വലിൻ്റെ പേരെടുക്കുന്ന തമ്മിൽ വ്യത്യാസമൊന്നും നമുക്ക് ടെക്നിക്കലി പറയാനായിട്ടില്ല. പക്ഷേ നമ്മൾ ഈ പറയുന്ന ഫണ്ടിങ്ങിൻ്റെ കേസ് വരുന്ന സമയത്ത് വലിയൊരു വ്യത്യാസം വരുന്നുണ്ട് അതിനകത്ത്. അതായത് ഫണ്ട് റൈസിംഗിൽ നമ്മൾ നോക്കുമ്പോൾ ഓൾ ദി ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടീസ് റൈറ്റ് ഷുഡ് ബി ഓൺഡ് ബൈ ദി എൻറ്റിറ്റി. ഇപ്പോൾ ട്രേഡ് മാർക്ക് ആണെങ്കിലും കോപ്പി റൈറ്റ് ആണെങ്കിലും അതുപോലെ പേറ്റൻ്റ് ആണെങ്കിലും നമ്മുടെ കമ്പനിയുടെ പുറത്തായിരിക്കണം. പലപ്പോഴും ചെയ്ത 2 മിസ്റ്റേക്സ്, ഈ കമ്പനിയുടെ പുറത്ത് ട്രേഡ് മാർക്ക് ചെയ്യുമ്പോൾ എക്സ്പെൻസീവ് ആണ്, തൽക്കാലത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഓൺടർപ്രണറുടെ പുറത്ത് ചെയ്യും. പക്ഷേ എപ്പോഴും കമ്പനിയുടെ പുറത്ത് തന്നെ ആ റൈറ്റ് വേണം. പിന്നെ നമ്മൾ സോഫ്റ്റ്വെയർ നമ്മൾ തേർഡ് പാർട്ടിനെ കൊണ്ട് ചെയ്യിക്കുകയാണ്, കോഡിങ് ചെയ്യിക്കുകയാണ്, ദാറ്റ് ഷുഡ് ബി ഓൺ ബൈ എനി ഏജൻസി. അത് എപ്പോഴും നമ്മുടെ പുറത്തേക്ക് ആ കോഡിങ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് നമ്മൾ IPR ട്രാൻസ്ഫർ റൈറ്റ്സ് നമ്മളിലേക്ക് കൊണ്ടുവരണം. പറ്റുന്നുണ്ടെങ്കിൽ കോപ്പി റൈറ്റ് അല്ലെങ്കിൽ പേറ്റൻറ്റ് പോസിബിലിറ്റി അതും ചെയ്തു വെച്ചാലാണ് നമുക്ക് ഈ പറയുന്ന പോസിബിലിറ്റി. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ ഏറ്റവും നല്ലൊരു ക്ലയൻറ്റാണ്. അദ്ദേഹം ഒരു ഇൻവെൻഷൻ തന്നെ പറയാം, ഇൻവെൻഷനാണ് പുള്ളി ചെയ്തത്. ഒരു സം ഐഡിയ ഹി ക്രിയേറ്റഡ് റിഗാർഡിങ് സ്റ്റൗസ് ബിസിനസ്. ആ പേറ്റൻറ്റിന് മാത്രം റോയൽറ്റി ചോദിച്ച് പ്രസ്റ്റീജ് ഗ്രൂപ്പ്സ് കമ്മിങ് ഫോർ 2 to 5 crores. മനസ്സിലായി? അപ്പോൾ കമ്പനി പോലും വേണ്ട, റോയൽറ്റി കൊണ്ട് മാത്രമേ ജീവിക്കുന്ന. ഇപ്പോൾ നമ്മളൊരു മുമ്പ് ഞാൻ ന്യൂസ് കേട്ടതാണ്, ഇപ്പോൾ ശിക്കാരി ശംഭു എന്ന് പറയുന്ന ഒരു മലയാളം സിനിമ ഉണ്ടായിരുന്നു. അതിൻ്റെ ബ്രാൻഡ് ഈസ് ഓൺഡ് ബൈ ബാലരമ അമ്മ ചിത്രകഥയാണ്. അവർ ഈ സിനിമയ്ക്ക് വേണ്ടി യൂസ് ചെയ്യാൻ കൊടുത്തത് എന്തോ 30 to 40 lakhs ഈ റൈറ്റ്
കൊടുത്തത്. സോ ദാറ്റ്സ് എ വാല്യൂ ഓഫ് ബ്രാൻഡ്. IP ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇതിനകത്ത് നമ്മൾ ഇനിഷ്യലി തന്നെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു പരിധി പിന്നീട് ഡെഫിനറ്റ്ലി അത് ഉപകരിക്കാം എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സ്റ്റേജിൽ. അതെ അതെ. ഓൾസോ ബ്രാൻഡ് വാല്യുവേഷനകത്തും ഈ പറയുന്ന IP-യുടെ ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണല്ലോ. കാരണം നമ്മുടെ പുറത്തില്ലാത്ത ഒരു ടൈറ്റിലിൻ്റെ പുറത്ത് വാല്യൂ ചെയ്യാൻ നമുക്ക് പറ്റില്ല. യെസ്. നമുക്കിനി ഫണ്ടിങ്ങിൻ്റെ കുറച്ച് ഡൂസ് ആൻഡ് ഡോൺസിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ഒരു ഫൗണ്ടർ ഇനീഷ്യലി അവന് ബിസിനസ് ഐഡിയ ഉണ്ട്, ഒപ്പം തന്നെ ബിസിനസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഇനിയിപ്പോൾ ഫണ്ടിങ്ങിലേക്ക് പോകണം, എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ഫേസിൽ ബേസിക്കായിട്ട് സ്ട്രക്ചർ നമുക്ക് വേണം. നമ്മുടെ ബിസിനസ്സിൻ്റെ ഗ്രോത്തിന് പറ്റിയുള്ള നമ്മളെപ്പോഴും ഒരു വിഷൻ്റെ പുറത്താണ് റിവേഴ്സ് വർക്ക് ചെയ്യേണ്ടത്. ആഫ്റ്റർ 5 years ഞാൻ കമ്പനി വിൽക്കുമോ, ഞാൻ ലിസ്റ്റ് ചെയ്യുമോ, അതോ ഞാൻ നിർത്തി പോയിട്ടുണ്ടാവുമോ എന്ന് പറയുന്ന ക്ലാരിറ്റി ആദ്യമേ തന്നെ ഉണ്ടാക്കാൻ പറ്റിയാൽ വളരെ ഈസിയാണ്. അപ്പോൾ സ്ട്രക്ചറിങ് ആണ് ഫസ്റ്റ് നാം നോക്കേണ്ടത്. പിന്നെ ഈ പറയുന്ന എല്ലാ ലീഗൽ കാര്യങ്ങളും പ്രോപ്പർലി ഡോക്യുമെൻ്റ് ചെയ്യാം. ഫൈനലി ഏത് സമയത്ത് എപ്പോൾ ആരിൽ നിന്ന് ഫണ്ട് വേണമെന്ന ക്ലാരിറ്റി നമുക്ക് വേണം. ഇനീഷ്യലി നമ്മുടെ ഫണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുക. സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ ഗ്രാൻഡ്സ് ആൻഡ് സ്കീംസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതിനുശേഷം ഫണ്ടബിലിറ്റി എന്ന് പറയുന്നതിനൊരു എലിജിബിലിറ്റി പോയിന്റ് ഉണ്ട്. നമ്മൾ ഇൻവെസ്റ്റബിൾ ആണോ എന്ന് എലിജിബിൾ ആണെങ്കിൽ മാത്രം നമ്മൾ ഈ ഫണ്ടിങ്ങിലേക്ക് പോവുക. ഏർലി സ്റ്റേജിൽ നമ്മളിലേക്ക് ഒരുപാട് കൺട്രോൾ വരുന്ന ഇൻവെസ്റ്ററെ നമ്മൾ അഡ്മിറ്റ് ചെയ്യാതിരിക്കുക. നമ്മുടെ കൂടെ നമ്മളെ മനസ്സിലാക്കി നമ്മളെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിക് കൈൻഡ് ഓഫ് ഇൻവെസ്റ്ററെയാണ് നമുക്ക് ഇനീഷ്യലി വേണ്ടത്. നെക്സ്റ്റ് ലെവലിൽ നമുക്ക് റൗണ്ട് കഴിഞ്ഞാൽ പ്രോപ്പർ നമ്പേഴ്സും പ്രോപ്പർ സിസ്റ്റം വന്നു കഴിഞ്ഞാൽ വി ക്യാൻ ഗോ വിത്ത് ഡീസൻറ്റ് വാലുവേഷൻ. അല്ലാതെ ഒരിക്കലും പ്രീ മണി വാലുവേഷൻ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ കയറി ബ്രാൻഡ് ചെയ്യാൻ നിൽക്കരുത്. എപ്പോഴും അവിടെ പോസ്റ്റ് മണിക്കാണ് പോസിബിലിറ്റി. അതായത് ഈ ഫണ്ട് വന്നാലേ വാല്യൂ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ സീറോ വാല്യൂ ആണ്. പിന്നെ ഫൈനലി ഒരു എക്സിറ്റ് പ്ലാനും ക്ലാരിറ്റി ഓഫ് ഫൈനാൻഷ്യൽ പ്രൊജക്ഷനും ഇല്ലാതെ ഒരിക്കലും ഫണ്ട് റേസിങ്ങിൽ നമ്മൾ പോകരുത്. കാരണം ഫണ്ട് മാത്രമല്ല ബിസിനസ്സിൻ്റെ ഫാക്ടർ. ഫണ്ട് ഈസ് എ വൺ ഓഫ് ദി ഫാക്ടർ. കാരണം ഫണ്ട് നമുക്കില്ലാതെയും അല്ലെങ്കിൽ ഫണ്ടിന് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. ഇപ്പോൾ F&F എടുക്കാം, ലോൺ എടുക്കാം. ഇപ്പോൾ വെഞ്ചർ ഡെറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്കൊരു ടേൺ ഓവർ ഉണ്ട്, 2 വർഷം ട്രാക്ക് ഉണ്ടെങ്കിൽ വി ഹാവ് ഡെറ്റ് ഫണ്ടിങ്. അപ്പോൾ ഏത് വേണമെന്ന് കൃത്യമായി അസസ് ചെയ്യുകയും അതിൻ്റെ റോഡ് മാപ്പിൽ വേണം നമ്മൾ ആ ഒരു മൈൽ സ്റ്റോൺ ബേസിസിൽ മാത്രമേ ഫണ്ട് റേസ് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ഒരിക്കലും ഫണ്ട് റേസിങ് എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് നമ്മൾ പോകരുത്. ഈ പറയുന്ന ഫണ്ട് റേസിങ് ഇത്രത്തോളം ഒരു സ്റ്റാർ ആവാനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ എന്താ ഇക്വിറ്റീസ് സ്റ്റാർ ഇത് തിരിച്ചു കൊടുക്കേണ്ട എന്നുള്ളൊരു ഇതിൽ തന്നെയാണ്. എന്തുകൊണ്ട് ആൾക്കാർ ലോണിലേക്ക് പോകുന്നില്ല, എന്തുകൊണ്ട് ഇതിലേക്ക് വരുന്നു എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. ഇനി ഏതൊക്കെ അബദ്ധങ്ങളാണ് പൊതുവേ നമ്മൾ കണ്ടിട്ടുള്ളത് ഈ പറയുന്ന ഫണ്ട് റേസിങ്ങുമായി ബന്ധപ്പെട്ടുള്ളത്? 2 തരത്തിൽ പറയുകയാണെങ്കിൽ, ഒന്ന് വാലുവേഷൻ. അതായത് ഒരു സാധാരണ ഇൻവെസ്റ്ററെ പിടിച്ച് വലിയ വാലുവേഷൻ്റെ പുറത്ത് നമ്മൾ ഫണ്ട് വാങ്ങിക്കുന്നു, ഡയലൂഷൻസ് കൂടുതൽ കൊടുക്കുന്നു. പിന്നെ പ്രോപ്പർ സ്ട്രക്ചർ ഇല്ലായ്മ. അതായത് നമ്മൾ കമ്പനിക്ക് പകരം പാർട്ണർഷിപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു, പിന്നീട് ട്രാക്ക് ഇല്ലാത്തൊരവസ്ഥ നമ്മളിലേക്ക് വരുന്നു. പിന്നെ ക്ലാരിറ്റി ഇപ്പം ഇല്ലായ്മ. അതായത് ക്ലാരിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മൾ ഫണ്ട് റേസ് ചെയ്യുന്നു, റോഡ് മാപ്പ് പ്ലാൻ ചെയ്യുന്നു, അതിലേക്ക് അച്ചീവ് ആവുന്നില്ല, അത് നെഗറ്റീവായിട്ട് മാറുന്നു. അൾട്ടിമേറ്റ്ലി എക്സിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു 3 തരത്തിൽ വേണമെങ്കിൽ പറയാം. ഒന്നിൽ അക്വിസിഷൻ ആയിരിക്കും. നമ്മുടെ കമ്പനീനെ ഒരു 50 കോടിക്ക് 100 കോടിക്ക് വേറൊരു കോർപ്പറേറ്റ് നമ്മളെ അക്വയർ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ വേറൊരു കമ്പനിയുടെ മേർജ് ചെയ്യുന്നു സിനർജിക്ക് വേണ്ടി, ഇല്ലെങ്കിൽ നമ്മൾ ലിസ്റ്റിങ്ങിലേക്ക് പോകുന്നു. ഇതായിരിക്കണം നമ്മുടെ വിഷൻ. അവിടേക്കുള്ളൊരു ഫ്യൂവൽ മാത്രമാണ് ഈ പറയുന്ന ഫണ്ടിങ് എന്ന് പറയുന്നത്. ഏതൊക്കെ ഇപ്പോൾ എക്സിറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ രീതിയിൽ എക്സിറ്റ്സ് ആണുള്ളത്? ഓക്കെ, നമുക്ക് ശരിക്കും പ്രൊഫഷണലി എപ്പോഴും നമ്മൾ പറയുക നല്ലൊരു രീതി ബൈബാക്കാണ്. അതായത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ 1 കോടി രൂപ നിങ്ങളുടെ അടുത്ത് വാങ്ങിക്കഴിഞ്ഞാൽ 5 വർഷം കഴിയുമ്പോൾ 2 കോടിയാക്കിയിട്ട് തിരിച്ചു വാങ്ങാൻ പറ്റുന്ന ലെവലിലേക്കുള്ള ഫ്രീ റിസർവും ക്യാപിറ്റലും പ്രോഫിറ്റബിലിറ്റിയും ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിലൊരു പ്രമുഖമായിട്ടുള്ള സ്റ്റാർട്ടപ്പാണ്. ദി അപ്രോച്ച് മീ ഫോർ ദി ബൈബാക്ക്. കാരണം ആരും ചെയ്യാത്തൊരു കാര്യമാണ്. ഒരു ഇൻവെസ്റ്റർ വരുന്നു, ആ ഷെയർ വേറെ ആൾക്ക് കൊടുക്കുന്നു, അടുത്ത ആൾക്കാർക്ക് പോകുന്നു. അങ്ങനെ ഒരു ട്രാൻസ്ഫർ മെത്തേഡിലാണ് എക്സിറ്റ് പലപ്പോഴും നടക്കുന്നത്. ഇവർ തിരിച്ചു നോക്കുന്നത് എൻ്റെ ഇക്വിറ്റി ഞാൻ തിരിച്ചു വാങ്ങുന്നു. ദാറ്റ്സ് എ കോൺഫിഡൻസ്. അപ്പോൾ നമ്മൾ എപ്പോഴും പറയും ഇക്വിറ്റീസ് ഓൾവേസ് കോസ്റ്റ്ലിയാണ്. രണ്ടാമത്തെ കേസ്, പല D2C ബ്രാൻഡുകളും ഡയറക്റ്റ് ടു കസ്റ്റമർ ബ്രാൻഡുകൾ, ഇപ്പോൾ ബ്രാഹ്മിൻസിന് വിപ്രോ എടുത്തു, ഈസ്റ്റേണിന് മുമ്പ് ടേക്ക് ഓവേഴ്സ് നടന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഔട്ട്റൈറ്റ് സെല്ല് പോലെ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ 2 ബ്യൂട്ടിഫുൾ ഏരിയാസാണ്. കേരളത്തിൽ വളരെ കുറവുള്ള ഏരിയയാണ് SME IPO. നിങ്ങൾക്ക് 25 കോടി രൂപ ടേൺ ഓവറും 2 കോടി രൂപ പ്രോഫിറ്റും ഉണ്ടെങ്കിൽ യു ക്യാൻ എലിജിബിൾ ഫോർ SME IPO. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പ്രൈവറ്റ് ഇക്വിറ്റി എന്ന് പറയുന്ന മെത്തേഡിൽ കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ട് മെയിൻ ബോർഡ് IPOയിലേക്കും നമുക്ക് ചെയ്യാം. നമ്മുടെ വിഷനാണ്. കാരണം എനിക്ക് ഇതുകൊണ്ടൊന്നും ആഡ് ഓൺ ചെയ്യണമെന്നുണ്ട്. കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലമാണ് ഫാമിലി ബിസിനസ്സുകളുടെ ഫ്യൂച്ചർ. ഒരുപാട് നല്ല ബിസിനസ്സുകളുണ്ട്, 200-300 കോടിയായിട്ടുള്ള ബിസിനസ്സുകൾ. പക്ഷേ നെക്സ്റ്റ് ജനറേഷന് താല്പര്യമില്ല അത് റൺ ചെയ്യാനായിട്ട്. എന്ത് ചെയ്യും? അവിടെയാണ് നമ്മൾ നോർത്ത് ഇന്ത്യൻസ് അല്ലെങ്കിൽ മാർവാഡീസിലേക്ക് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഹൗ ദേ ക്രിയേറ്റഡ് സിസ്റ്റം. നോർമലി നമ്മൾ പറയും റാദർ ദാൻ ക്രിയേറ്റിംഗ് എ പ്രോഫിറ്റബിലിറ്റി ഫോക്കസ് ഓൺ വെൽത്ത് ക്രിയേഷൻ. അതാണ് ശരിക്കും നമ്മുടെ മൈൻഡ് സെറ്റിലേക്ക് വരേണ്ടത്. ഗ്രാജുവലി അതിലേക്ക് എത്തിയാൽ
നമ്മളില്ലെങ്കിലും സിസ്റ്റം വിൽ റൺ ദ ബിസിനസ്, ദ ബ്രാൻഡ് വിൽ പേ ഇൻ ഫ്യൂച്ചർ. ഇതിലേക്കായിരിക്കണം നമ്മുടെ ഒരു വിഷൻ. എന്നാലാണ് നമുക്ക് പറയുന്ന പോലെ റിട്ടയർ ഏർലി ആൻഡ് പ്ലേ ഗോൾഫ് എന്നൊക്കെ നമ്മളിപ്പോൾ പറയുന്ന പല തോട്ട്സ് പ്രോസസ്സും ഉണ്ട്, ഇതിലേക്ക് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ എന്തായിരിക്കും ഈ സ്റ്റാർട്ടപ്പിൻ്റെ അടുത്തൊരു 5 years നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ ഒരു സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കേരളത്തിൽ ഒരുപാട് നല്ല സ്റ്റാർട്ടപ്പ്സുകൾ വരുന്നുണ്ട്. ഇപ്പോൾ നോർമലി സക്സസ് റേറ്റ് ഓഫ് സ്റ്റാർട്ടപ്പ്സ് എവ്രിവെയർ 10 8 9 ഫെയിലിയറാണ്. പക്ഷേ കുറേയും കൂടി ഇപ്പോൾ എനിക്കൊരു സജഷൻ അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് തോന്നിയത്, ഒരുപാട് സ്റ്റാർട്ട് ചെയ്യാനുള്ള എൻകറേജ്മെൻറ്റ് വളരെ കൂടുതലാണ്. സസ്റ്റെയിൻ ചെയ്യാനും ഫ്ലറിഷ് ചെയ്യാനുമുള്ള സപ്പോർട്ട് സിസ്റ്റം നമ്മളിവിടെ കുറവാണ്. അപ്പോൾ ഞാൻ പറയുന്നത് സ്റ്റാർട്ടപ്സ് ആണെങ്കിൽ ട്രാവൽ അറൗണ്ട് ദി കൺട്രി അല്ലെങ്കിൽ ട്രാവൽ അറൗണ്ട് ദ വേൾഡ് ടു എക്സ്പീരിയൻസ് മോർ. നമുക്ക് ചിലപ്പോൾ ഇവിടെ ഫിറ്റ് ആവണമെന്നില്ലെങ്കിൽ സ്റ്റാർട്ടിങ് ബാംഗ്ലൂരും അതിന് മുംബൈ. പക്ഷേ ഇവിടെ നല്ല രീതിയിൽ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ഇൻവെസ്റ്റർ കേരള എന്ന് പറയുന്ന ഇവൻ്റ് ഇപ്പോൾ ഗവൺമെൻറ് എക്സിക്യൂട്ട് ചെയ്യാൻ വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നല്ല എന്താ പറയുക ഇനിഷ്യേറ്റീവ്സ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അപ്പം നല്ല ഐഡിയയ്ക്കും കുറേയും കൂടി എന്താ പറയുക സീരിയസ് ആയിട്ടുള്ള ഓണ്ടർപ്രണേഴ്സിന് ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് മാത്രമല്ല, ഒരു മാർക്കറ്റിംഗ് സപ്പോർട്ടും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഇവിടെ വന്നാൽ ശരിക്കും സർവീസ് മാത്രം പോരാ, കേരളത്തിന് കുറച്ച് പ്രൊഡക്ട്സും സ്ഥലപരിമിതികൾ ഉണ്ടെങ്കിലും നമുക്ക് പല കാര്യങ്ങളും ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഗിഫ്റ്റ് സിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഗുജറാത്തിലുണ്ട്, കേരളത്തിലും അതിനെന്തോ സാങ്ഷനായി കിടക്കുന്നുണ്ട്. അപ്പോൾ ഗ്രാജുവലി നന്നായി വരാതെ എന്തായാലും നിവർത്തിയില്ല. സ്റ്റാർട്ടപ്പ് ഈസ് എ ഫ്യൂച്ചർ. ബട്ട് നമ്മളതിനെ സസ്റ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്, തുടങ്ങൽ എളുപ്പമാണ്, അത് സസ്റ്റെയിൻ ചെയ്യാനാണ് നമുക്കൊരു സ്റ്റാർട്ട് ചെയ്യാം. ആഫ്റ്റർ 5 years കഴിയുമ്പോൾ ആരൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഈവൻ 3-4 മാസം കഴിയുമ്പോൾ പോലും പല ബിസിനസ്സുകളും കാണുന്നില്ല എന്നുള്ളതാണ്. അതെ, ഇവിടെ ഒന്നും കൂടി ആഡ് ചെയ്യാം. പെയിൻ പോയിൻ്റ് ആരും ഡിസ്കസ് ചെയ്യുന്നില്ല, എല്ലാവരും സക്സസ് മാത്രമേ സംസാരിക്കുന്നത് അല്ലേ. അത് നമ്മൾ 1000-ൽ ഒരാൾ മാത്രമേ വിജയിച്ചത്. പക്ഷെ എന്തുകൊണ്ട് ബാക്കിയുള്ളവർ ഫെയിലായി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഓരോ ഫൗണ്ടർക്കും മനസ്സിലാക്കാൻ പറ്റിയാലേ നമ്മൾ റിപ്പീറ്റ് ചെയ്യില്ല. അപ്പോൾ ഇപ്പോഴും ഞാൻ പറയേണ്ടത് ഇത് സെലിബ്രേറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ നമ്മൾ കുറേയും കൂടി പഠിക്കേണ്ടതും ഫെയിലിയേഴ്സാണ്. അതിലൂടെ എങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം, എങ്ങനെ മുന്നോട്ട് പോകാം. അല്ലാതെ ഈ പറയുന്ന ഇൻസ്പിറേഷണൽ വീഡിയോസ് കണ്ടിട്ട് നാളെ ഞാൻ ഈ പറയുന്ന ആളാവുന്ന വെച്ച് ഓടെ നല്ലതാണ്, പക്ഷേ അതൊരു ലോങ് ജേണിയാണ്. അതിലേക്കുള്ള ഒരു പെർസ്യൂറൻസും പാഷനും ആ ഒരു വെയിറ്റിംഗ് പീരീഡും നമ്മുടെ മനസ്സിൽ നിർബന്ധമായിട്ടും വേണം. ഓൺടർപ്രണേഴ്സ് എപ്പോഴും എക്വിപ്ഡ് ആയിരിക്കണം, അതിന് വേണ്ടിയിട്ട് എന്തിനു വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ നമ്മൾ ഇത്ര നേരം സ്റ്റാർട്ടപ്പിനെ കുറിച്ചിട്ടും ഫണ്ടിങ്ങിനെ കുറിച്ചിട്ടും എല്ലാം ഒരുപാട് സംസാരിക്കുകയുണ്ടായി. വളരെ ഹോട്ടായിട്ടുള്ള ടോപ്പിക് തന്നെയാണ്. കാരണം കഴിഞ്ഞ എനിക്ക് തോന്നുന്നു കോവിഡിന് ശേഷമായിരിക്കും ഈ പറയുന്ന ഫണ്ടിങ് ഇത്രത്തോളം ആൾക്കാർ അന്വേഷിച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുള്ളത്. അതിന് മുമ്പ് ഈ ഒരു സ്റ്റാർട്ടപ്പ് എന്നോ അല്ലെങ്കിൽ ഫണ്ട് എന്നോ ഇതിനെക്കുറിച്ചുള്ളൊരു ധാരണ പൊതുവെ ആൾക്കാർക്ക് ഉണ്ടായിരുന്നില്ല. ഈവൻ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യാൻ യുവാക്കൾ വില്ലിങ് ആയതുപോലും എനിക്ക് തോന്നുന്നത് കോവിഡ് സമയത്ത് തന്നെ ആയിരിക്കാം. കാരണം നമുക്ക് ഏണിങ്സ് അൺലിമിറ്റഡ് ആണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടുള്ളത് കോവിഡ് സമയത്താണ്. ഒരുപാട് യൂട്യൂബ് ചാനൽസ് വന്നു, അതുവഴി ആൾക്കാർ ഒരുപാട് പണം ഉണ്ടാക്കുന്നു, ട്രേഡിങ് ചെയ്യുന്നു, അതുവഴി ധാരാളം പണം ഉണ്ടാക്കുന്നു, സ്റ്റാർട്ടപ്പ് ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുന്നു, അങ്ങനെ പണം ഉണ്ടാക്കുന്നു. സോ അതിൽ ഫൈനാൻഷ്യൽ ഫ്രീഡം ഉദ്ദേശിച്ചാണ് പലരും ഈ പറയുന്ന ബിസിനസ്സിലേക്ക് ഇന്ന് എൻ്റർ ചെയ്യുന്നതും. പക്ഷേ അതിനകത്തും ഒരുപാട് കാരണം ആൾക്കാരുടെ എണ്ണം കൂടുന്തോറും അതിനകത്തും ഒരുപാട് അറിവില്ലായ്മ വരാം, അല്ലെങ്കിൽ ഒരുപാട് സ്കാംസ് അതിനകത്ത് വരാം, ഒരുപാട് പ്രശ്നങ്ങൾ വരാം. അപ്പം എനിക്ക് തോന്നുന്നത് നമ്മൾ കുറേ കാര്യങ്ങൾ അതിനകത്ത് അഡ്രസ്സ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കവർ ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എനിക്ക് തോന്നുന്നത് വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടൊരു സെഷൻ ആയിരിക്കും. ഒരുപാട് പേർക്ക് എന്തായാലും ബെനിഫിഷ്യൽ ആവുന്നൊരു സെഷൻ തന്നെ ആയിരിക്കും. നിങ്ങൾക്കും ഡെഫിനറ്റ്ലി ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് വിശ്വസിക്കുന്നത്. നമുക്ക് അടുത്ത ഒരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.